ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഡിഫക്ട്സ് ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ്. ഇന്ത്യൻ മണി മാർക്കറ്റിൻ്റെ പോരായ്മകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് 4 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ മണി മാർക്കറ്റിന് എന്തെല്ലാം പോരായ്മകളുണ്ട് എന്നുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റിൻ്റെ എക്സിസ്റ്റൻസ് ആണ് ഇന്ത്യൻ മണി മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് പറയുന്നത്. അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ്? അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് ഇൻഡിജനസ് ബാങ്കേഴ്സ് ആൻഡ് മണി ലെൻഡേഴ്സ്. ഇൻഡിജനസ് ബാങ്കേഴ്സും മണി ലെൻഡേഴ്സുമാണ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റിലെ പ്രധാനപ്പെട്ടുള്ള പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. ദേ ഫോളോ ദെയർ ഓൺ റൂൾസ് ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. അവരുടേതായിട്ടുള്ള ബാങ്കിങ് ആൻഡ് ഫിനാൻസ് റൂളുകളാണ് അവർ ഫോളോ ചെയ്യുന്നത്. ദേ ഒക്യുപ്പൈ എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് ദ മണി ലെൻഡിങ് ബിസിനസ് ഓഫ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്തെ മണി ലെൻഡിങ് ബിസിനസ്സിൻ്റെ സിഗ്നിഫിക്കൻറ്റ് പോർഷൻസും ഒക്യുപ്പൈ ചെയ്യുന്നത് ഇവരാണ്. എ നമ്പർ ഓഫ് സ്റ്റെപ്സ് ആർ ടേക്കൺ ബൈ ദ RBI ടു ബ്രിങ് ദ ഇൻഡിജനസ് ബാങ്കേഴ്സ് ആൻഡ് മണി ലെൻഡേഴ്സ് അണ്ടർ ദ ഓർഗനൈസ്ഡ് സെക്ടർ. ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് മണി ലെൻഡേഴ്സിനെയും ഇൻഡിജനസ് ബാങ്കേഴ്സിനെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്പർ ഓഫ് സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ട്. ദീസ് അറ്റംപ്റ്റ്സ് ഹാവ് ഫെയിൽഡ് ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ഇൻഡിജനസ് ബാങ്കേഴ്സ് ഹാവ് നോട്ട് ആക്സെപ്റ്റഡ് ദ കണ്ടീഷൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ RBI. പക്ഷേ ഈ അറ്റംപ്റ്റുകളെല്ലാം ഫെയിൽ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണ്ടീഷൻസ് കൂടുതൽ ഇൻഡിജനസ് ബാങ്കേഴ്സും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് ഈ കണ്ടീഷൻസ് ഫെയിൽ ആവുന്നുണ്ട്. ഈവൻ ദോ ദ അതോറിറ്റീസ് ആർ ടേക്കിംഗ് കീൻ ഇൻട്രസ്റ്റ് ടു കൺട്രോൾ ദ ആക്ടിവിറ്റീസ് ഓഫ് നോൺ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. എന്നിരുന്നാൽ പോലും അതോറിറ്റീസ് നോൺ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസിൻ്റെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീൻ ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യം എന്താണ് ഇൻഡിജനസ് ബാങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിജനസ് ബാങ്കേഴ്സ് ആർ ദ മർച്ചൻറ്റ് ബാങ്കേഴ്സ് ആൻഡ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. ഇവർ രണ്ടുപേരാണ് ഇൻഡിജനസ് ബാങ്കേഴ്സിന് പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ദേ മെയിൻലി ഓപ്പറേറ്റ് ഇൻ സ്മാൾ ടൗൺസ്, സെമി അർബൻ ഏരിയാസ് ആൻഡ് റൂറൽ ഏരിയാസ്. സ്മാൾ ടൗണുകളിലും സെമി അർബൻ ഏരിയാസിലും റൂറൽ ഏരിയാസിലും ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ് ഇൻഡിജനസ് ബാങ്കേഴ്സ്, കോമൺ ആയിട്ടുള്ള ഇൻഡിജനസ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത്. ദി ഇന്ത്യൻ സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി, ഇന്ത്യൻ സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റിയുടെ ഡെഫിനിഷൻ പ്രകാരം ഇൻഡിജനസ് ബാങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻഡിജനസ് ബാങ്കേഴ്സ് ആർ ദ ബാങ്കേഴ്സ് ആസ് ആൻ ഇൻഡിവിജ്വൽ ഓർ പ്രൈവറ്റ് ഫേം റിസീവിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ഡീലിംഗ് ഇൻ ഹുണ്ടീസ് ഓർ ലെൻഡിങ് മണി. അതായത് പണം കടം കൊടുക്കുകയോ അല്ലെങ്കിൽ ഹുണ്ടികകൾ എന്ന് പറഞ്ഞാൽ സംഭാവനകളായിട്ട് പണം സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനെയും പ്രൈവറ്റ് ഫേമിനെയാണ് ഇൻഡിജനസ് ബാങ്കേഴ്സ് അല്ലെങ്കിൽ ബാങ്കർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദേ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ഓൺ കറൻറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്. കറൻറ്റ് അക്കൗണ്ടിലും ഫിക്സഡ് ഡെപ്പോസിറ്റിലുമാണ് അവരെ ഡെപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ആണ് മാർവാറീസ്, ബംഗാളീസ്, ഗുജറാത്തീസ്, ചെട്ടിയാർസ് ആൻഡ് കല്ലിട, കുർച്ചി, ബ്രാഹ്മിൺസ് എന്ന് പറയുന്നത്. ദേ ആർ ദ ഇൻഡിജനസ് ബാങ്കിങ് ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇൻഡിജനസ് ബാങ്കിങ് ബിസിനസ്സാണ്. മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണി ലെൻഡേഴ്സ് ആർ ദ പേഴ്സൺസ് ഹൂ ജസ്റ്റ് ലെൻഡ് ദ മണി. മണി ലെൻഡ് ചെയ്യുന്ന ആളുകളാണ് മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത്. ഹൂ കോൺസ്റ്റിറ്റ്യൂട്ട് വൺ ഓഫ് ദ കോമ്പോണൻസ് ഓഫ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. ദേ ആർ പേഴ്സൺസ് ഹൂ ഡു നോട്ട് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ഫ്രം പബ്ലിക്. പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ മിയർലി ലെൻഡ് ദെയർ ഓൺ ഫണ്ട്. സ്വന്തമായിട്ടുള്ള ഫണ്ടുകളാണ് അവരെന്ത് ചെയ്യുന്നത്? ലെൻഡ് ചെയ്യുന്നത്. അതൊരു പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് മഹാരാജ, സാഹുകാർസ്, സേത്സ്, ബനിയാസ്, അതുപോലെ തന്നെ ഇറ്റിനറൻ മണി ലെൻഡേഴ്സ് ആയിട്ടുള്ള പാറ്റൻസ്, കാബൂളീസ്, ക്വസ്റ്റ് വാലാസ് എന്നിവരൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. ഈ രണ്ട് വ്യക്തികൾ, അതായത് ഈ രണ്ട് തരത്തിലുള്ള അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റിൻ്റെ എക്സിസ്റ്റൻസ് കാരണം ഇന്ത്യൻ മണി മാർക്കറ്റിന് എന്തില്ല? RBIയുടെ സ്പെഷ്യൽ കണ്ടീഷൻസ് ഇവർ ആക്സെപ്റ്റ് ചെയ്യാത്ത കാരണം കൊണ്ട് സ്വാഭാവികമായിട്ടും നോൺ ബാങ്കിങ് ആക്ടിവിറ്റീസാണ് ഇവർ ചെയ്യുന്നത്. സോ ദീസ് അറ്റംപ്റ്റ്സ് ഹാവ് ഫെയിൽഡ് ബിക്കോസ് ദ മോസ്റ്റ് ഓഫ് ദി ഇൻഡിജനസ് ബാങ്കേഴ്സ് ഹാവ് നോട്ട് ആക്സെപ്റ്റഡ് ദ കണ്ടീഷൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ RBI. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണ്ടീഷൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. ഈവൻ ദോ ദ അതോറിറ്റീസ് ആർ ടേക്കിംഗ് കീൻ ഇൻട്രസ്റ്റ് ടു കൺട്രോൾ ദ ആക്ടിവിറ്റീസ് ഓഫ് നോൺ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. നോൺ ബാങ്കിങ്ങിൻ്റെയും ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറ്റ്സിൻ്റെയും ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് അതോറിറ്റീസ് എടുക്കുന്നുണ്ടെങ്കിൽ പോലും അവരത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് വലിയൊരു പോരായ്മയാണ്. രണ്ടാമത്തത് നോൺ കോർഡിനേഷൻ ഓഫ് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ. ഓർഗനൈസ്ഡ് സെക്ടറിൻ്റെയും അൺഓർഗനൈസ്ഡ് സെക്ടറിൻ്റെയും കോർഡിനേഷൻ ഇല്ലായ്മ. ഇന്ത്യൻ മണി മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. ഇന്ത്യൻ മണി മാർക്കറ്റിൽ പ്രധാനമായിട്ടും ഓർഗനൈസ്ഡ് മണി മാർക്കറ്റും അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റും ഉണ്ട്. ദർ ഈസ് ലിറ്റിൽ കോപ്പറേഷൻ, കോർഡിനേഷൻ ആൻഡ് കോൺടാക്ട് ബിറ്റ്വീൻ ദീസ് സെക്ടേഴ്സ്. ഈ സെക്ടറുകൾ തമ്മിൽ കോപ്പറേഷൻ, കോർഡിനേഷൻ, കോൺടാക്ട് എന്നുള്ളവ സ്വാഭാവികമായിട്ടും കുറവാണ്. സോ ദർ ഈസ് ലിറ്റിൽ കോപ്പറേഷൻ, കോർഡിനേഷൻ ആൻഡ് കോൺടാക്ട് ബിറ്റ്വീൻ ദീസ് സെക്ടേഴ്സ്. അതായത് ഓർഗനൈസ്ഡ് സെക്ടേഴ്സും അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സും തമ്മിൽ കോപ്പറേഷനും കോർഡിനേഷനും കോൺടാക്റ്റും പൊതുവെ കുറവാണ്. മൂന്നാമത്തത് മൾട്ടിപ്ലിസിറ്റി ഇൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലുണ്ടാകുന്ന മൾട്ടിപ്ലിസിറ്റി. ഇറ്റ് ഈസ് അനദർ ഫീച്ചർ ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ്. ഇന്ത്യൻ മണി മാർക്കറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിലുള്ള മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. എ നമ്പർ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആർ പ്രിവേലൻ്റ് ഇൻ അവർ കൺട്രി.
നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത തരത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റുകൾ പ്രിവേലൻ്റ് ആണ്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേരീസ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചാർജ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചാർജ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും സ്വാഭാവികമായിട്ടും വേരീസ് ആണ്. ഇറ്റ് മേ ബി ഡിഫറൻറ്റ് ഫ്രം സീസൺ ടു സീസൺ. ഇത് സീസണിൽ നിന്നും സീസണിലേക്ക് ഡിഫറൻ്റ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദർ ഈസ് നോ റിലേഷൻ ഓഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ഇൻഡിജിനസ് ബാങ്കേഴ്സ് ഓർ മണി ലെൻഡേഴ്സ് വിത്ത് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ കൊമേഴ്സ്യൽ ബാങ്ക്. കൊമേഴ്സ്യൽ ബാങ്കുകൾ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റും മണി ലെൻഡേഴ്സും ഇൻഡിജിനസ് ബാങ്കേഴ്സും ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ റിലേഷൻസ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സംടൈംസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ഡിഫറൻറ്റ് കൊമേഴ്സ്യൽ ബാങ്ക്സ് മേ നോട്ട് ബി ദ സെയിം. ചില സമയത്ത് ഡിഫറൻറ്റ് കൊമേഴ്സ്യൽ ബാങ്കുകൾ ചാർജ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും സെയിം ആയിക്കൊള്ളണമെന്നില്ല. സോ ദ ഇമ്മൊബിലിറ്റി ഓഫ് ഫണ്ട്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്കുള്ള ഫണ്ടിൻ്റെ ഇമ്മൊബിലിറ്റി എന്ന് പറയുന്നത് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. വ്യത്യസ്ത തരത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് നിലനിൽക്കുന്നതിനൊരു കാരണമായിട്ട് ഇത് മാറുന്നുണ്ട്. സോ ഇമ്മൊബിലിറ്റി ഓഫ് ഫണ്ട്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്കുള്ള ഫണ്ടിൻ്റെ ഇമ്മൊബിലിറ്റി എന്ന് പറയുന്നത് വ്യത്യസ്ത രീതിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റുകൾ എക്സിസ്റ്റൻസ് ചെയ്യുന്നതിനുള്ളൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. നാലാമത്തേത് സീസണൽ സ്ട്രിഞ്ചൻസി ഓഫ് ഫണ്ട്. November to June is the busy season because funds are required at that time for harvesting and marketing. നവംബർ മുതൽ ജൂൺ വരെയുള്ള പീരീഡ് എന്ന് പറയുന്നത് ബിസി സീസണാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീരീഡിൽ ഹാർവസ്റ്റിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഉള്ളത് കാരണം കൊണ്ട് ധാരാളം ഫണ്ടുകൾ ആ സമയത്ത് ആവശ്യമായിട്ട് വരും. ദ ക്രോപ്സ് ആർ ടു ബി മൂവ്ഡ് ഫ്രം ദ വില്ലേജസ് ടു ദ സിറ്റീസ്. വില്ലേജുകളിൽ നിന്നും സിറ്റികളിലേക്ക് ക്രോപ്സുകൾ മൂവ് ചെയ്യുന്നുണ്ട്. മോർ ഫണ്ട്സ് ആർ റിക്വയർഡ് അറ്റ് ദാറ്റ് പീരീഡ്. ആ പീരീഡിൽ കൂടുതൽ ഫണ്ടുകൾ അപ്പോൾ ആവശ്യമായിട്ട് വരും. ഇറ്റ് കോസസ് സ്ട്രിഞ്ചൻസി ഓഫ് ഫണ്ട് ആൻഡ് എൻഹാൻസസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് ഫണ്ടിൻ്റെ സ്ട്രിഞ്ചൻസിയും അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നതിനും ഒരു കാരണമായിട്ട് മാറും. ബട്ട് ഇൻ സ്ലാക്ക് സീസൺ ദ ഡിമാൻഡ് ഫോർ ഫണ്ട് ഈസ് ലെസ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആൾസോ ഡിക്ലൈൻസ്. പക്ഷേ സ്ലാക്ക് സീസൺ ആകുന്ന സമയത്ത് ഫണ്ടിൻ്റെ ഡിമാൻഡ് കുറയുകയും ഇൻട്രസ്റ്റ് റേറ്റ് അതിൻ്റെ ഫലമായിട്ട് ഡിക്ലൈൻ ചെയ്യുകയും ചെയ്യും. അഞ്ചാമത് പറയുന്നത് ആബ്സെൻസ് ഓഫ് ബിൽ മാർക്കറ്റ്. ബിൽ മാർക്കറ്റിൻ്റെ അഭാവം അല്ലെങ്കിൽ ആബ്സെൻസ്. എ വെൽ ഓർഗനൈസ്ഡ് ബിൽ മാർക്കറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ സ്മൂത്ത് ഫംഗ്ഷൻ ഓഫ് ദ ക്രെഡിറ്റ് സിസ്റ്റം. ക്രെഡിറ്റ് സിസ്റ്റത്തിൻ്റെ സ്മൂത്ത് ഫംഗ്ഷന് ഒരു വെൽ ഓർഗനൈസ്ഡ് ബിൽ മാർക്കറ്റ് എന്നുള്ളത് അത്യാവശ്യമാണ്. വേരിയസ് ക്രെഡിറ്റ് ഏജൻസീസ് ആർ ടു ബി ലിങ്ക്ഡ് ടു ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് വ്യത്യസ്ത ക്രെഡിറ്റ് ഏജൻസികൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ദ ബിൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ ഹാസ് നോട്ട് യെറ്റ് ഫുള്ളി ഡെവലപ്ഡ് ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ്. പക്ഷേ ഇന്ത്യൻ ബിൽ മാർക്കറ്റ് എന്നുള്ളത് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാത്തതിൻ്റെ ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത് പറയുന്നത് ദർ ഈസ് നോ യൂണിഫോമിറ്റി ഇൻ ഡ്രോയിങ് ബിൽസ് ഇൻ ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബില്ലുകൾ ഡ്രോ ചെയ്യുന്നതിൽ യൂണിഫോമിറ്റി ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ഒരു പ്രത്യേകത. ക്യാഷ് ക്രെഡിറ്റ് ഈസ് ദ മെയിൻ ഫോം ഓഫ് ബോറോയിങ് ഫ്രം കൊമേഴ്സ്യൽ ബാങ്ക്സ്. കൊമേഴ്സ്യൽ ബാങ്കുകളിൽ നിന്നുള്ള ബോറോയിങ്ങിൻ്റെ പ്രധാന രൂപം എന്ന് പറയുന്നത് ക്യാഷ് ക്രെഡിറ്റിനാണ്. മൂന്നാമത്തേത് ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ പ്രിഫേർഡ് ഇൻ സെർട്ടൈൻ ലൈൻസ് ഓഫ് ബിസിനസ്. ചില ലൈൻസ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ സെർട്ടൈൻ ലൈൻസ് ഓഫ് ബിസിനസ്സിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് പ്രിഫർ ചെയ്യുന്നുണ്ട്. നാലാമത്തത് ഹൈ സ്റ്റാമ്പ് ഡ്യൂട്ടി ഈസ് ചാർജ്ഡ് ഓൺ യൂസൻസ് ബിൽ വിച്ച് ഡിസ്കറേജസ് ദ യൂസ് ഓഫ് ബിൽസ്. അതായത് ബില്ലുകൾക്ക് ഹൈ സ്റ്റാമ്പ് ഡ്യൂട്ടി ചാർജ് ചെയ്യുന്നു എന്ന കാരണം കൊണ്ട് സ്വാഭാവികമായിട്ടും ബില്ലുകളെ ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്. അടുത്തത് ലാക്ക് ഓഫ് ആക്സെപ്റ്റൻസ് ഹൗസസ് ആൻഡ് ഡിസ്കൗണ്ട് ഹൗസസ് വിച്ച് ആർ ഇൻസ്ട്രുമെൻ്റൽ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഓർഗനൈസ്ഡ് ബിൽ മാർക്കറ്റ്. ഒരു ഓർഗനൈസ്ഡ് ബിൽ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമുള്ള ഡിസ്കൗണ്ട് ഹൗസുകളോ ആക്സെപ്റ്റൻസ് ഹൗസുകളുടെയോ അഭാവം എന്ന് പറയുന്നത് നല്ലൊരു പ്രശ്നമാണ്. ലാക്ക് ഓഫ് ആക്സെപ്റ്റൻസ് ഹൗസസ് ആൻഡ് ഡിസ്കൗണ്ട് ഹൗസസ്. ആക്സെപ്റ്റൻസ് ഹൗസുകളുടെയും ഡിസ്കൗണ്ട് ഹൗസുകളുടെയും അഭാവം, അതിൻ്റെ മുഖാന്തരം എന്ത് സംഭവിക്കാൻ, ഓർഗനൈസ്ഡ് ബിൽ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാൻ കഴിയാതെ വരിക. അടുത്തത് ഇന്ത്യൻ ബാങ്ക്സ് പ്രിഫർ ടു ഇൻവെസ്റ്റ് ദെയർ ഫണ്ട്സ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ദാൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ടു എൻഷുർ പബ്ലിക് കോൺഫിഡൻസ് ആൻഡ് ലിക്വിഡിറ്റി. പബ്ലിക് കോൺഫിഡൻസും ലിക്വിഡിറ്റിയും എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ബാങ്കുകൾ അവരുടെ ഫണ്ടുകൾ ഗവൺമെൻറ് സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പ്രിഫർ ചെയ്യുന്നു ദാൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് പകരമായിട്ട് ഗവൺമെൻറ് സെക്യൂരിറ്റികളിൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ത്യൻ ബാങ്ക്സിന് പ്രിഫറൻസ് എന്നുള്ളത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ദ ഇന്ത്യൻ ബാങ്ക്സ് പ്രിഫർ ടു ഇൻവെസ്റ്റ് ദെയർ ഫണ്ട്സ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഇന്ത്യൻ ബാങ്കുകൾ അവരുടെ ഫണ്ടുകൾ ഗവൺമെൻറ് സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്തിരിക്കുന്നു ദാൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ടു എൻഷുർ പബ്ലിക് കോൺഫിഡൻസ് ആൻഡ് ലിക്വിഡിറ്റി. പബ്ലിക് കോൺഫിഡൻസും ലിക്വിഡിറ്റിയും എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് പകരമായിട്ട് ഗവൺമെൻറ് സെക്യൂരിറ്റികളിൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ബാങ്കുകൾക്ക് പ്രിഫറൻസ് നൽകിയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. The Reserve Bank of India also prefers to extend rediscounting facility to the commercial banks against the approved securities. അപ്രൂവ്ഡ് സെക്യൂരിറ്റികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് റീഡിസ്കൗണ്ടിങ് ഫെസിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
മോസ്റ്റ് ഓഫ് ദ കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻസ് ആർ ഡൺ ഓൺ ക്യാഷ് ബേസിസ്. കൂടുതൽ കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻസും ക്യാഷ് ബേസിസിലാണ് ഡൺ ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. അതും ആബ്സെൻസ് ഓഫ് ബിൽ മാർക്കറ്റിൽ വരുന്നതാണ്. ഇനി ആറാമത് പറയുന്നത് ഇന്നാഡിക്വേറ്റ് ബാങ്കിങ് ഫെസിലിറ്റീസ്. ഇന്ത്യൻ മണി മാർക്കറ്റ് ഈസ് ഇന്നാഡിക്വേറ്റ് ടു മീറ്റ് ദ ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് അവർ കൺട്രി. അതായത് രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ നീഡുകൾ മീറ്റ് ചെയ്യുന്നതിന് ഇന്ത്യൻ മണി മാർക്കറ്റ് എന്നുള്ളത് ഇന്നാഡിക്വേറ്റ് ആണ്. ദ പ്രോബ്ലം ഹാസ് ടാക്കിൾഡ് ടു സം എക്സ്റ്റെൻറ്റ് ത്രൂ പ്ലാൻഡ് ബ്രാഞ്ച് എക്സ്പാൻഷൻ പ്രോഗ്രാം. ഈവൻ ദെൻ ദ റൂറൽ ഏരിയാസ് സ്റ്റിൽ ലാക്ക് ബാങ്കിങ് ഫെസിലിറ്റീസ്. ഇപ്പോഴും റൂറൽ ഏരിയാസ് എല്ലാം ബാങ്കിങ് ഫെസിലിറ്റീസ് ലാക്ക് ചെയ്യുന്നുണ്ട്. ദ പ്രോബ്ലം ഹാസ് ടാക്കിൾഡ് ടു സം എക്സ്റ്റെൻറ്റ് ത്രൂ പ്ലാൻഡ് ബ്രാഞ്ച് എക്സ്പാൻഷൻ പ്രോഗ്രാം. പ്ലാൻഡ് ബ്രാഞ്ച് എക്സ്പാൻഷൻ പ്രോഗ്രാം വഴി പ്രോബ്ലം ഒരു വിധമൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ കഴിയും. എങ്കിൽ പോലും റൂറൽ ഏരിയാസ് ഇപ്പോഴും ബാങ്കിങ് ഫെസിലിറ്റീസിനെ ലാക്ക് ചെയ്യുന്നുണ്ട്. അടുത്തത് ഏഴാമത് പറയുന്നത് ആബ്സെൻസ് ഓഫ് വെൽ ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം. ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ അഭാവം എന്ന് പറയുന്നത്. എ വെൽ ഓർഗനൈസ്ഡ് ആൻഡ് പ്രോപ്പർലി ഇൻറ്റഗ്രേറ്റഡ് കൊമേഴ്സ്യൽ ബാങ്കിങ് സിസ്റ്റം ഈസ് നെസസറി ടു മീറ്റ് ദ ഷോർട്ട് ടേം ക്രെഡിറ്റ് നീഡ്സ് ഓഫ് ദ എക്കണോമി. ഇക്കണോമിയുടെ ഷോർട്ട് ടേം ക്രെഡിറ്റ് നീഡ്സുകൾ മീറ്റ് ചെയ്യാൻ ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളതും പ്രോപ്പർലി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കൊമേഴ്സ്യൽ ബാങ്കിങ് സിസ്റ്റം എന്നുള്ളത് അത്യാവശ്യമാണ്. സച്ച് ആൻ ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം ഈസ് ആബ്സെൻറ്റ് ഇൻ അവർ കൺട്രി. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് ആബ്സെൻ്റ് ആണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം നമ്മുടെ രാജ്യത്ത് നിലവിലില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മയായിട്ട് വരുന്നുണ്ട്. സോ എ വെൽ ഓർഗനൈസ്ഡ് ആൻഡ് പ്രോപ്പർലി ഇൻറ്റഗ്രേറ്റഡ് കൊമേഴ്സ്യൽ ബാങ്കിങ് സിസ്റ്റം ഈസ് നെസസറി ടു മീറ്റ് ദ ഷോർട്ട് ടേം ക്രെഡിറ്റ് നീഡ്സ് ഓഫ് ദ എക്കണോമിയുടെ ഷോർട്ട് ടേം ക്രെഡിറ്റ് നീഡുകൾ മീറ്റ് ചെയ്യാൻ ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളതും പ്രോപ്പർലി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കൊമേഴ്സ്യൽ ബാങ്കിങ് സിസ്റ്റം അത്യാവശ്യമാണ്. എട്ടാമത് പറയുന്നത് ആബ്സെൻസ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ അഭാവം. സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ലാക്കിംഗ് ടു ക്യാരി ഔട്ട് സ്പെഷ്യലൈസ്ഡ് ജോബ്സ് ഇൻ സെർട്ടൈൻ ഫീൽഡ്സ്. എക്സാമ്പിൾ ബാങ്ക് ഫോർ ടൂറിസം, ബാങ്ക് ഫോർ ഫിനാൻസിങ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എക്സെട്ര. അതായത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെല്ലാം സ്വാഭാവികമായിട്ടും സ്പെഷ്യലൈസ്ഡ് ജോബുകൾ, ചില ഫീൽഡുകളിൽ സ്പെഷ്യലൈസ്ഡ് ജോബുകൾ ക്യാരി ഔട്ട് ചെയ്യുന്നതിൽ ലാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ബാങ്ക് ഫോർ ടൂറിസം, ബാങ്ക് ഫോർ ഫിനാൻസിങ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, അവരെല്ലാം സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ്. ഒമ്പതാമത്തേത് ആബ്സെൻസ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ഫണ്ടുകളുടെ അഭാവം എന്ന് പറയുന്നത്. ഡ്യൂ ടു ദ എക്സ്ചേഞ്ച് കൺട്രോൾ റെസ്ട്രിക്ഷൻസ് ഓൺ ക്യാപിറ്റൽ മൂവ്മെൻറ്റ്, ദർ ഈസ് ലിമിറ്റഡ് മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ഫ്രം ഇന്ത്യൻ മണി മാർക്കറ്റ് ടു ദ ഫോറിൻ മണി മാർക്കറ്റ്. ഇന്ത്യൻ മണി മാർക്കറ്റിൽ നിന്നും ഫോറിൻ മണി മാർക്കറ്റിലേക്കുള്ള ഫണ്ടുകളുടെ മൂവ്മെൻറ്റ് എന്നുള്ളത് ലിമിറ്റഡ് ആണ്. ഡ്യൂ ടു ദ എക്സ്ചേഞ്ച് കൺട്രോൾ റെസ്ട്രിക്ഷൻസ് ഓൺ ക്യാപിറ്റൽ മൂവ്മെൻറ്റിലുണ്ടാകുന്ന എക്സ്ചേഞ്ച് കൺട്രോൾ റെസ്ട്രിക്ഷൻസിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ മണി മാർക്കറ്റിൽ നിന്നും ഫോറിൻ മണി മാർക്കറ്റിലേക്കുള്ള ഫണ്ടുകളുടെ മൂവ്മെൻറ്റ് എന്നുള്ളത് ലിമിറ്റഡ് ആണ്. ഇൻ ദ സെയിം വേ ഇന്ത്യൻ മണി മാർക്കറ്റ് ഡസ് നോട്ട് അട്രാക്ട് ഫോറിൻ ഫണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ മണി മാർക്കറ്റ് ഫോറിൻ ഫണ്ടുകളെ അട്രാക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതും അതിൻ്റെ ഒരു കാരണമാണ്. Due to the exchange control restrictions on capital movement, there is limited movement of fund from Indian money market to the foreign money market. ഇന്ത്യൻ മണി മാർക്കറ്റിൽ നിന്നും ഫോറിൻ മണി മാർക്കറ്റിലേക്കുള്ള ഫണ്ടുകളുടെ മൂവ്മെൻറ്റ് എന്നുള്ളത് ലിമിറ്റഡ് ആണ്. അതേപോലെ തന്നെ ഇന്ത്യൻ മണി മാർക്കറ്റ് എന്നുള്ളത് ഫോറിൻ ഫണ്ടുകളെ അട്രാക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതും ഒരു കാരണമാണ്. പത്താമത് പറയുന്നത് ആബ്സെൻസ് ഓഫ് സഫിഷ്യൻറ്റ് സബ് മാർക്കറ്റിൻ്റെ അഭാവം. The Indian money market does not contain the very essential sub-market like the call money market, the acceptance market and the commercial bill market. അതായത് കോൾ മണി മാർക്കറ്റ്, ആക്സെപ്റ്റൻസ് മാർക്കറ്റ്, കൊമേഴ്സ്യൽ ബിൽ മാർക്കറ്റ്, ഇതുപോലുള്ള മാർക്കറ്റുകൾക്കെല്ലാം സബ് മാർക്കറ്റുകൾക്കെല്ലാം ഇന്ത്യൻ മണി മാർക്കറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ദ വെരി എസെൻഷ്യൽ സബ് മാർക്കറ്റ്. ഇന്ത്യൻ മണി മാർക്കറ്റ് ഒരു എസെൻഷ്യൽ സബ് മാർക്കറ്റായിട്ട് മാറുന്നില്ല. ദ കൊമേഴ്സ്യൽ ബാങ്ക്സ് ഡു നോട്ട് ഗ്രാൻഡ് കാൾ ലോൺസ് ടു ട്രേഡേഴ്സ് ഓർ ബ്രോക്കേഴ്സ്. അതായത് കൊമേഴ്സ്യൽ ബാങ്കുകൾ ട്രേഡേഴ്സിനോ ബ്രോക്കേഴ്സിനോ കാൾ ലോണുകൾ ഗ്രാൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള സബ് മാർക്കറ്റുകൾ ഇല്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇന്ത്യൻ മണി മാർക്കറ്റിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള സബ് മാർക്കറ്റിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ കൊമേഴ്സ്യൽ ബിൽ മാർക്കറ്റുകൾക്കോ കോൾ മണി മാർക്കറ്റുകൾക്കോ എസെൻഷ്യൽ ആയിട്ടുള്ള സബ് മാർക്കറ്റുകൾ ഇല്ലാത്തത് ഇന്ത്യൻ മണി മാർക്കറ്റിൻ്റെ ഒരു ഡിഫക്റ്റാണ്. ലാസ്റ്റ് പറയുന്നത് ഇനാഡിക്വസി ഓഫ് ക്രെഡിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ ഇനാഡിക്വസി. Till 1985 to 1986, Indian money market did not have adequate short-term paper investment. 1985 മുതൽ 86 വരെ തൊട്ട് ഇതുവരെ
ഇന്ത്യൻ മണി മാർക്കറ്റിന് ഷോർട്ട് ടേം പേപ്പർ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അഡിക്വേറ്റ് ആയിട്ടില്ല. ഇറ്റ് ഈസ് ഓൺലി ആഫ്റ്റർ 1985 to 86 85-86 ശേഷമാണ് 85-86 വരെ ഇന്ത്യൻ മണി മാർക്കറ്റുകൾക്ക് ആവശ്യത്തിന് ഷോർട്ട് ടേം പേപ്പർ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇല്ല. ആഫ്റ്റർ 1985 to 1986 RBI ഹാസ് സ്റ്റാർട്ടഡ് ഇൻട്രൊഡ്യൂസിങ് ന്യൂ പേപ്പർ ഇൻവെസ്റ്റ്മെൻറ്റ്. 1985-86 ശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ പേപ്പർ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ലൈക്ക് 182 ഡേ ആൻഡ് 364 ഡേ ട്രഷറി ബിൽസ്, 182 ദിവസത്തെയും 364 ദിവസത്തെയും ട്രഷറി ബില്ലുകൾ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആൻഡ് കൊമേഴ്സ്യൽ പേപ്പേഴ്സ്. ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് ഫുള്ളി ഡെവലപ്ഡ്, എന്നിരുന്നാലും ഇത് മുഴുവനായിട്ടും ഡെവലപ്പ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതൊക്കെയാണ് ഇന്ത്യൻ മണി മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഡിഫക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ മണി മാർക്കറ്റിൻ്റെ പോരായ്മകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള മണി മാർക്കറ്റിൻ്റെ എക്സിസ്റ്റൻസ്, നോൺ കോർഡിനേഷൻ ഓഫ് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ, മൾട്ടിപ്ലിസിറ്റി ഇൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, സീസണൽ സ്ട്രിഞ്ചൻസി ഓഫ് ഫണ്ട്, ആബ്സെൻസ് ഓഫ് ബിൽ മാർക്കറ്റ്, ഇനാഡിക്വസി ഓഫ് ബാങ്കിങ് ഫെസിലിറ്റീസ്, ആബ്സെൻസ് ഓഫ് വെൽ ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം, ആബ്സെൻസ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആബ്സെൻസ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട്, ആബ്സെൻസ് ഓഫ് സഫിഷ്യൻറ്റ് സബ് മാർക്കറ്റ്, ഇനാഡിക്വസി ഓഫ് ക്രെഡിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.